നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ ദിവസങ്ങളാണ്. അപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് നന്നായിട്ട് നമ്മളൊരു ഗ്രോത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നേക്കാൾ നന്നായിട്ട് നമ്മുടെ ലൈഫ് പോകണുണ്ടെന്ന് നമ്മൾക്കൊരു ബോധ്യപ്പെടാനായിട്ടുള്ള 7 കാര്യങ്ങൾ അല്ലെങ്കിൽ 7 അടയാളങ്ങളാണ്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ആ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, നമ്മളുടെ അച്ഛനും അമ്മയായിട്ടാവാം, പങ്കാളിയായിട്ടാവാം, മക്കളുമായിട്ടാവാം, സിബ്ലിങ്സ് ഒക്കെ ആയിട്ടാവാം. ഇങ്ങനെ നമ്മുടെ ഇന്നർ വേൾഡിൽ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾക്ക് ഇന്നർ വേൾഡിലും ഔട്ടർ വേൾഡിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിട്ടാണ് പോണേ. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്ദിയുള്ളവരാവണം. നമ്മളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണ് അതൊക്കെ. അപ്പം നമ്മൾ അവരെ ഓരോരുത്തരെയും സമർപ്പിച്ചിട്ട് ദൈവത്തിന് നന്ദി പറയണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാശ് വേണം. അപ്പം നമ്മളുടെ ലൈഫ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തിക്കുള്ളൂ. വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കുവാണെങ്കിൽ നമുക്ക് എന്തായാലും നന്നായിട്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ ഫിനാൻഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫ് എന്തായിരിക്കും? ഒരു അബണ്ടൻസ് ഉള്ള ഒരാളായിരിക്കും. കാര്യം വരവിനേക്കാൾ കുറച്ച് നമ്മൾ ചിലവ് നടത്തും, അസറ്റിലേക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ആളുകൾ ഒരു ഗ്രോത്ത് ഉള്ള ആൾക്കാരെ എപ്പോഴായിരിക്കും? കണ്ടിന്യൂസ് ലേണിംഗ് ഉള്ള ഒരാളായിരിക്കും. എന്നും അവർ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണ്. എവറി ഡേ നിങ്ങളൊരു 1 hour നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കും. നിങ്ങൾ എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എല്ലാ ദിവസവും എക്സ്പെർട്ട് ആയിക്കൊണ്ടിരിക്കുവാണ്. അതിൽ ഇന്നലത്തെക്കാളും മികച്ച ഒരാളായിട്ടാണ് ഇന്ന് ഞാൻ പോണത്. ഒരു 1% പുരോഗതി എനിക്ക് എവറി ഡേ ഞാൻ എൻഷുർ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഞാനൊരു പുതിയ കാര്യം പഠിക്കും. ഞാൻ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പോവുകയാണ്. ഇങ്ങനെയൊക്കെയാണുള്ളൊരു മൈൻഡ് സെറ്റിലും ഇങ്ങനെയുള്ളൊരു ആക്ഷനിലുമാണ് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ മികച്ച ഒരാൾ തന്നെയാണ്. നാലാമത്തെ കാര്യം, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾക്കറിയാം, നമ്മൾ എത്ര നന്നായിട്ടൊക്കെ പോയാലും നെഗറ്റീവായിട്ടുള്ള പല സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ പോകും. പക്ഷേ ഈ നെഗറ്റീവായിട്ടുള്ള പ്രതിസന്ധികളിലും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫ് മാറും. നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉള്ള ഒരാളാണോ? ഒന്ന് നോക്കുക. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു നല്ല ഹെൽത്തിൻ്റെ ഉടമയാണെങ്കിലും അടിപൊളിയാണ്. കാര്യം ഞാനൊക്കെ എൻ്റെ ലൈഫിൽ ചെയ്തൊരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ നല്ല ഹെൽത്തിലുള്ള ഒരാളായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ നെഗ്ലക്റ്റ് ചെയ്തത് എന്തിനാണെന്നറിയാമോ? ഹെൽത്തിനെയാണ്. അപ്പോൾ ഒത്തിരി ജോലിയിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഹെൽത്തിന് ഏറ്റവും ലെസ് പ്രയോറിറ്റി കൊടുത്തപ്പോൾ, പിന്നെ ഒരു 28 വയസ്സൊക്കെ ആയപ്പോഴാണ് നല്ലൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന്, എബ്രഹാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറുണ്ട്. അദ്ദേഹം ശരിക്കും, ഞാനിപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഈവൻ ഭക്ഷണം സമയത്ത് കഴിക്കില്ല, കഴിക്കുന്ന ഭക്ഷണം ജങ്ക് ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചപ്പോൾ വളരെ പെട്ടെന്ന് ശരിക്കും ആസ്മാട്ടിക്കായി. പക്ഷേ ഈ ഡോക്ടറിൻ്റെ അടുത്ത് ഞാനൊരു 2002 ചെന്നത്. ഇപ്പം ശരിക്കും 22 വർഷമായി. ഈ ഒരു 22 ഇയേഴ്സ് അദ്ദേഹം എൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റി, എൻ്റെ ജീവിത ചര്യകൾ തന്നെ മാറ്റി. ഇന്ന് ഞാൻ ഓൾമോസ്റ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ 28 വയസ്സിൽ ആ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന ഒരവസ്ഥയിൽ നിന്ന് നോക്കിയാൽ ഇന്ന് നല്ല ഒരു ഹെൽത്തുള്ള ഒരാളായിട്ട് നല്ലൊരു ലൈഫ് സ്റ്റൈലിൽ ഞാൻ 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എൻ്റെ ഈവനിങ് ഫുഡ് നിർത്തും. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് എന്നെ എത്തിച്ചത്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡിലേക്കൊക്കെ എത്തിച്ചത് ഡോക്ടർ എബ്രഹാമാണ്. ഇപ്പോഴും സന്തോഷത്തോടെ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മെൻഷൻ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ശ്വാസകോശ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ആശ്രയിക്കാവുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഹെൽത്ത് ഉള്ളപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഹെൽത്തിനെ പറ്റി നമ്മൾ അതിൽ നന്ദിയുള്ളവരാവണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഒരു രീതിയിലേക്ക് ഫിസിക്കൽ എക്സസൈസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കഴിക്കുന്ന ഫുഡിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. എഗെയിൻ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ
നമ്മളോട് കൈൻഡ് ആവാറുണ്ടോ? അതോ നമ്മൾ മറ്റുള്ളവരോട് കൈൻഡ് ആവാറുണ്ടോ? ഇത് നമ്മൾ എപ്പോഴും നമ്മൾ നോക്കണം. പല ആൾക്കാരും സ്വന്തം കാര്യം നോക്കാനൊക്കെ ഭയങ്കര മിടുക്ക. പക്ഷെ മറ്റുള്ളവരുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ ഒരു അവജ്ഞയോടെ, പുച്ഛത്തോടെയൊക്കെ നോക്കുന്ന ആൾക്കാരെ കാണാറുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ ആ ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു കൈൻഡ്നെസ് അതേഴ്സിനോടുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ മോശമായിട്ട് ഒരാൾ പെരുമാറിയാലും അവന്റെ ആ ഷൂസ് നമ്മളിപ്പോൾ ചിന്തിക്കുകയാണ് അവൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടായിരിക്കും. ഒരു എമ്പതിയൊക്കെ അവരോട് കാണിക്കുന്ന ലെവലിലേക്കുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി അധികം പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കുള്ള ഒരു നല്ലൊരു മനുഷ്യനാണ് എന്ന്, ഒരു നല്ല ഹൃദയത്തിൻ്റെ ഒരു ഉടമയാണെന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിലുണ്ടല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ? വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നിങ്ങൾക്കൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ പറ്റുമോ? നമ്മുടെയൊക്കെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? നമുക്ക് ഗോൾസ് ഉണ്ടാവുക എന്നുള്ളതാണ്. എഴുതി ഉണ്ടാക്കിയ ഗോളുള്ള ആൾക്കാർ 100 പേരെ നോക്കിയാൽ ഒരു 3% 4% ആൾക്കാരാണ് എഴുതി ഉണ്ടാക്കിയ ഗോളുള്ളവർ. ഒരു 7-8% ആൾക്കാർക്ക് ചിന്തയിലുണ്ടാവും എനിക്ക് ഈ ഗോളൊക്കെ ചെയ്യണം എന്ന്, പക്ഷെ അവർ എഴുതൂല. അപ്പം നമ്മൾക്ക് അങ്ങനെ ഗോള് എഴുതി ഉണ്ടാക്കിയതുണ്ട്. എഗെയിൻ നമ്മുടെ സ്വപ്നങ്ങളിലും നമ്മൾ ഓൾമോസ്റ്റ് ആ ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമ്മൾക്ക് ആ സ്വപ്നങ്ങളുണ്ടെങ്കിൽ, ആ കത്തി ജ്വലിക്കുന്ന ഒരു സ്വപ്നമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ചിലപ്പോൾ നിങ്ങൾ പ്രതിസന്ധിയിലൊക്കെ ആയിരിക്കും, എങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നേക്കാൾ വളരെ റൈറ്റ് ആയിട്ടുള്ള ട്രാക്കിലാണ് നിങ്ങൾ പോണത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു സ്ട്രഗിളിനൊന്നും ഗീവ് അപ്പ് ചെയ്യാതെ വീണ്ടും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഡിസിപ്ലിനുള്ള ഒരു ആക്ഷൻ എടുക്കുന്ന ഒരാളായിട്ട് മാറുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്റ്റെപ്പ് വെച്ചാൽ അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സക്സസ് നിങ്ങളിലേക്ക് ഫ്രീ ഫ്ലോ ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ആ ഒരു ഹോപ്പ് ഒട്ടും കളയാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വിജയത്തിലേക്കാണ് നിങ്ങൾ പോണത്. അപ്പോൾ ഈ ഒരു വീഡിയോ കേട്ട എല്ലാവർക്കും ജീവിതത്തിൽ ഒത്തിരിയധികം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും റിയാലിറ്റി ആക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. എൻ്റെ പുതിയൊരു ബുക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ഡെബ്യൂ ബുക്കാണ്. ആമസോണിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ലിങ്കൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ബുക്ക് ശരിക്കും വെച്ചാൽ എൻ്റെ ഒരു 19 വയസ്സ് മുതൽ ഒരു 50 വയസ്സ് വരെയുള്ള എൻ്റെ എക്സ്പീരിയൻസാണ്. ഞാൻ എങ്ങനെ ഒരു ബിസിനസ് പാരമ്പര്യമില്ലാത്ത ഒരു വീട്ടിൽ നിന്ന് എങ്ങനെ ഈ ഒരു ബിസിനസ്സിൽ വന്നു, എങ്ങനെ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറി എന്നുള്ളതാണ് ഞാൻ ആ ഒരു ബുക്കിൽ എഴുതിയേക്കുന്നത്. അതിലുള്ള ഫെയിലിയേഴ്സ് ഉണ്ട്. ഓരോ ഫെയിലിയേഴ്സിനെയും ഞാൻ എങ്ങനെ മാനേജ് ചെയ്തു, എങ്ങനെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ എൻ്റെ ഒരു മക്കളുടെ കാര്യങ്ങളാവാം, കുടുംബത്തിൻ്റെ കാര്യങ്ങളാവാം, എൻ്റെ സന്തോഷമാവാം, എങ്ങനെ എങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി, എങ്ങനെ കടങ്ങളെ അടച്ചു തീർത്തു, എങ്ങനെ ബിസിനസ്സിലെ പ്രതിസന്ധികളെ തരണം ചെയ്തു എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആമസോണിൽ അവൈലബിൾ ആണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഞാൻ 30 വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ ഈ ഒരു ബുക്കിലൂടെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പഠിക്കുവാണെങ്കിൽ, എൻ്റെ സക്സസും ഫെയിലിയേഴ്സും ഞാൻ മാർക്ക് ചെയ്തേക്കണോണ്ട് തീർച്ചയായിട്ടും സെയിം മിസ്റ്റേക്കുകൾ ചെയ്യാതെ മുന്നോട്ട് പോയാൽ ലൈഫിൽ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീംസൊക്കെ നേടാനായിട്ട് ഈ ബുക്ക് സഹായിക്കും. അപ്പോൾ എന്തായാലും ബുക്കുകൾ വാങ്ങുക, വാങ്ങിയിട്ട് വായിച്ചിട്ട് എനിക്ക് എന്തായാലും റിവ്യൂസൊക്കെ തരിക, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ തരിക. അപ്പോൾ എന്തായാലും നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.